നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. താറാവ് മുട്ട കിട്ടാനില്ല. താറാവ് മുട്ടയ്ക്ക് വൻ ഡിമാൻഡ്, വില കുതിച്ചു കയറി. തട്ടുകടയിൽ നിന്ന് താറാവ് മുട്ട ഓംലറ്റ് പുറത്തായി. വില കൂടിയതോടെ തട്ടുകടകളിൽ നിന്ന് താറാവ് മുട്ട ഓംലറ്റ് പുറത്തായി. താറാവ് മുട്ടയുടെ വരവ് കുറഞ്ഞതും മറ്റൊരു കാരണമാണ്. മഴക്കുറവാണ് മുട്ട ഉൽപ്പാദനക്കുറവിലെയും വില്ലൻ. 12 മുതൽ 14 രൂപയ്ക്ക് വരെ ലഭിച്ചിരുന്ന താറാവ് മുട്ടയുടെ വില ഇപ്പോൾ പല സ്ഥലങ്ങളിലും 18 മുതൽ 20 രൂപയായി കുതിച്ചുയർന്നു. ഈ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായാലും യഥേഷ്ടം വിപണിയിൽ ലഭിക്കുന്നുമില്ല. ഇതോടെ തട്ടുകടകളിലെ രാത്രി സന്ദർശകരുടെ ഇഷ്ടഭക്ഷണമായ താറാവ് ഓംലറ്റ് അപൂർവമായി. താറാവ് ബുർജിയും ഇല്ല. ദിവസവും 2000 താറാവ് മുട്ടകൾ വിതരണം ചെയ്തിരുന്ന വിതരണക്കാർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ 1000-1500 മുട്ടകളാണ് കടകളിൽ എത്തിക്കുന്നത്. മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സ്ഥിതിയായി. കേരളത്തിലെ പരമ്പരാഗത താറാവ് വളർത്തലിൻ്റെ പ്രധാന കേന്ദ്രം ആലപ്പുഴ, കോട്ടയം ജില്ലകളാണ്. പ്രധാന ഉൽപ്പാദന കേന്ദ്രമായ കുട്ടനാട് മേഖലയിലെ ഉൽപ്പാദനക്കുറവും മഴക്കാല പ്രതിസന്ധികളും വിപണിയെ ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വലിയൊരു ശതമാനം മുട്ട എത്തുന്നുണ്ട്. ഇവിടെ മഴ കുറഞ്ഞതും പ്രതിസന്ധിയിലാണ്. മഴയില്ലാത്തതിനാൽ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളമില്ലാത്തതിനാൽ താറാവുകൾക്ക് തീറ്റ ലഭ്യത കുറഞ്ഞു. ഇത് ഉൽപ്പാദനത്തെ ബാധിച്ചതായി പറയുന്നു. അപ്പോൾ മുട്ടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ്. താറാവ് മുട്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കുക.